ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. ഇന്നൊരു ചക്കയപ്പം ആയാലോ? കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മു ഭയങ്കര വിശപ്പമ്മ, എന്തെങ്കിലും ഉണ്ടാക്കി തരുമോയെന്ന്. ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇപ്പോൾ എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം അമ്മ കൊടുത്തു വിട്ട ചക്ക വരട്ടിയത് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തത്. എന്നാൽ ശരി, ഒരു ചക്ക അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് നമ്മൾ ഈ പായസത്തിലൊക്കെ വറുത്തിടില്ലേ, അതുപോലെ അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്നിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ഞാനെടുത്ത ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കേട്ടോ ഇത്തിരി തരിതരിപ്പുണ്ട് അതിൽ, ഫൈൻ പൗഡറായിട്ട് വന്നിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. പിന്നെ അടുപ്പത്തോട്ട് പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ ആ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തില്ലേ അതും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ചക്ക വരട്ടിയതിട്ടു. എൻ്റെ ചക്ക വരട്ടിയതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ, ഇത് ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അത് അങ്ങനെ ഇരിക്കണേ കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ദോശ മറിച്ചിടണ തവി വെച്ചിട്ട് അതിങ്ങനെ പയ്യെ പയ്യെ പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടില്ലേ, ഇതേ സാധാരണ പോലെ നല്ലോണം വരണ്ടു വന്നു. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടു. ഞാൻ ഉപയോഗിച്ചത് മേജറിൻ്റെ പത്തിരിപ്പൊടി കേട്ടോ. അതിങ്ങനെ ഇളക്കി 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 അവസാനം നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ നല്ലോണം വിട്ട് വരണ പാകത്തിലേക്ക് ഇളക്കിയെടുത്തു. ആവശ്യത്തിന് പൊടി ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ആവും കേട്ടോ. പൊടി ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, ചക്കയുടെ അളവിനേലും കുറച്ച് കുറവായിരിക്കണം പൊടി. അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ ഞാൻ ഈ ഇല അരിയുന്ന ഗ്യാപ്പ് കൊണ്ട് അമ്മു അവിടെ, ഞങ്ങൾക്കൊരു ഹാംസ്റ്റർ ഉണ്ട്, അതിനുള്ള ഫുഡ് അരിയണതാണ് നിങ്ങളാ കണ്ടത്. പിന്നെ ഇലയെടുത്ത് ഒരു ഉരുള ഉരുട്ടി അതിലേക്ക് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിങ്ങനെ മെല്ലെ മെല്ലെ പരത്തി കൊടുക്കണം. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തണം. അത് കഴിഞ്ഞ് ഇല മടക്കുക. ശരിക്കും മറ്റേ എന്തോ ഒരു കുമ്പിള് പോലത്തെ ഒരു രീതിയിലല്ലേ, അങ്ങനെ അതിന് എന്തായാലും എനിക്ക് പറയാമെന്ന് എനിക്കറിയില്ല. വഴനയിലയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഇലയൊന്നും കിട്ടിയില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് വാഴ ഇലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ സാധാരണ ഇലയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുത്തു. എന്നിട്ട് എല്ലാം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ മേളിലോട്ട് ആവിയേറ്റാൻ വേണ്ടി വെച്ചു. പാത്രം അടച്ച് ഒരു 10-15 മിനിറ്റ് ആവിയേറ്റിണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ചക്കയപ്പം സെറ്റായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടെ നിന്ന് കാണുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷമയില്ലല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് വായിലേക്ക് ഇട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അമ്മുക്കുട്ടി ഓടി വന്നു. എന്നാൽ പിന്നെ ആദ്യത്തെ വായ അവൾക്ക് ഇരിക്കട്ടെ എന്ന് ഓർത്തു. ചൂടൊക്കെ ആറ്റി ഞാൻ അവൾക്ക് വെച്ചു കൊടുത്തു. അവൾ കഴിച്ചിട്ട് ഓക്കെ പറഞ്ഞു. എനിക്കത് മതിയല്ലോ അല്ലേ. പിന്നെ ഞാനും കഴിച്ചു നോക്കി. എനിക്കും തോന്നി, ഞാൻ വിചാരിച്ചത്രയും ബോറൊന്നും ആയിട്ടില്ല, കൊള്ളായിരുന്നു സംഗതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് മാറി മാറി ആ ഇല മുഴുവനും കഴിച്ചു തീർത്തു. അപ്പം ശരി, ഞങ്ങൾ പോയി ഇത് ബാക്കി മുഴുവനും കഴിച്ചു തീർക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ബായ്. പറയാൻ മറന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.